ഇപ്പം നമ്മോടൊപ്പം താനൂർ വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടികളുമുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ടീച്ചർ, എങ്ങനെയുണ്ട് കുട്ടികളുടെ പെർഫോമൻസ്? കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയുടെ ദർശനം നടക്കുന്നു, കുട്ടികൾ വേദിയിൽ സ്കിറ്റായിരുന്നു അല്ലേ അവതരിപ്പിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഡാൻസ് ഡ്രാമയാണ് അവതരിപ്പിച്ച് അമ്മയുടെ 72ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലും കുട്ടികൾക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. ആദ്യമായിട്ടാണോ ഇങ്ങനെ താനൂർ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഒരുപാട് വർഷം വന്നിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് നല്ലൊരു ഒരു അനുഭവം കൂടിയാണ്. അമ്മയുടെ സ്റ്റേജിൻ്റെ കളിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ഒരു ബ്ലെസ്സിങ് ആണ്. അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളാണ് അമ്മയ്ക്ക് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം. അമ്മയുടെ മുന്നിലാണ് നിങ്ങളുടെ സ്കിറ്റ് അവതരിപ്പിച്ചത്, എങ്ങനെയുണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നോ? ഒന്നും പറയുന്നില്ല, നമുക്കപ്പം ചോദിക്കാം. അമ്മയുടെ മുന്നിലാണ് നിങ്ങളുടെ ആ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചത്, എങ്ങനെയുണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നു? പേടി ഇല്ലായിരുന്നു, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നല്ലപോലെ. അത്രയും വലിയ ഒരു സ്റ്റേജിൽ അത്രയും ആളുകൾ നിങ്ങളുടെ സ്കിറ്റിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയെ കാണാൻ സാധിച്ചോ? ഞങ്ങൾ തലേ ദിവസം ദർശനം വാങ്ങിച്ചിട്ടാണ് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അത് അമ്മനെ കണ്ടപ്പോൾ ഭയങ്കര കുറേ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ കാണണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോഴും കാണാൻ പറ്റി, ഇന്നലെ കണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ ദർശനം വാങ്ങിയപ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം. എന്തായിരുന്നു നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിൻ്റെ ഒരു ഇതിവൃത്തം? സ്കിറ്റിൻ്റെ എന്ന് വെച്ചാൽ ഓൾഡ് ഏജസിനെ കുറിച്ചുള്ളായിരുന്നു. അമ്മേൻ്റെ ദർശനം മേടിച്ചപ്പോൾ വളരെയധികം സന്തോഷമായി. പേടിയുണ്ടായിരുന്നു അമ്മയുടെ മുന്നിൽ ഒരു സ്കിറ്റ് കളിച്ചപ്പോഴേക്കും? ഇല്ല, ഒട്ടും പേടിയില്ല, സന്തോഷം തന്നെ. അമ്മയുടെ മുന്നിലെ സ്കിറ്റ്, അമ്മ ഒരു സൈഡിൽ ദർശനം കൊടുക്കുമ്പോൾ ഇവർ മറു സൈഡിൽ ഇവരുടെ പ്രോഗ്രാമുകൾ ഇവരുടെ ഈ സ്കിറ്റ് അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളാണ് രാജേഷ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു പെർഫോമൻസിൻ്റെ ടീം മാത്രമാണ്. അവിടെ ഇനിയും വേദിയിൽ ഒരുപാട് കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. അമൃത വിദ്യാലയത്തിലെ ഒട്ടുമിക്ക അമൃത വിദ്യാലയത്തിലെ കുട്ടികളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് അമ്മയുടെ ദർശനം വാങ്ങാൻ, രണ്ടാമത് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ അവതരിപ്പിക്കാനായി അവരെത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ന് രാവിലെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ അമ്മ വേദിയിലേക്ക് വരുന്നതും അമ്മയെ കണ്ടതും ഈ ജനങ്ങളുടെ ഒരു സന്തോഷം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.